2000 സ്ക്വയർ ഫീറ്റിൽ 30 ലക്ഷം രൂപയ്ക്ക് ഫുൾ ഫിനിഷ് ചെയ്യാവുന്ന ഈ ഒരു ഫുള്ളി ട്രഡീഷണൽ സ്റ്റൈലുള്ള ഈ ഒരു വീടിൻ്റെ പ്ലാനും 3D എലിവേഷനുമാണ് ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലത്തെ പ്ലാനും 3D എലിവേഷനും ഇൻറ്റീരിയർ ഡിസൈനും എല്ലാം ദിവസേന നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെയും പ്ലാനോ 3Dയോ ഇൻറ്റീരിയറോ ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോൺ നമ്പർ നൽകിയിരിക്കുന്നു. ഏറ്റവും മിതമായ നിരക്കിൽ തന്നെ ചെയ്തു തരുന്നതാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ. ഗ്രൗണ്ട് ഫ്ലോറിൽ പൂമുഖത്തോടു കൂടിയ സിറ്റ് ഔട്ടിൽ നിന്ന് ഡയറക്റ്റ് എൻട്രി വരുന്നത് ഡ്രോയിങ് സ്പേസിലേക്കാണ്. ഈ ഒരു വീട് ഡിസൈൻ ചെയ്യാൻ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം സ്ട്രക്ചറൽ വർക്കെല്ലാം ഫിനിഷ് ചെയ്തിരുന്നു, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ. അതിനുശേഷം ഒരു ഐഡിയ ഇല്ലാത്തത് മൂലമാണ് ഒരു ക്ലയൻറ്റ് ഈ ഒരു വീടിൻ്റെ 3D ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ. ഗ്രൗണ്ട് ഫ്ലോറിൽ സിറ്റ് ഔട്ടിൽ നിന്ന് ഡയറക്റ്റ് എൻട്രി വരുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. 12 സീറ്ററോട് കൂടിയ ലിവിങ് അറേഞ്ച്മെൻറ്റും അതുപോലെ തന്നെ പൂമുഖത്തിൽ നിന്നും ഡയറക്റ്റ് നോട്ടം വരുന്നത് ഒരു സെൻട്രൽ കോർട്ട്യാർഡ് സ്പേസിലേക്കാണ്. ഈ ഒരു കോർട്ട്യാർഡ് സ്പേസ് റൂഫ് കർവ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ലിവിങ് സ്പേസിൽ നിന്നും ഡയറക്റ്റ് എൻട്രി വരുന്നത് ഈ ഒരു കോർട്ട്യാർഡ് സ്പേസിലേക്കാണ്. അത്യാവശ്യം വലുപ്പമുള്ള 3 സ്റ്റെപ്പോട് കൂടിയ ഒരു കോർട്ട്യാർഡ് സ്പേസ്, അതായത് ഒരു നടുമുറ്റം സ്പേസാണ് നൽകിയിരിക്കുന്നത്. 4 പില്ലറോട് കൂടി ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഈ ഒരു വീടിൻ്റെ റൈറ്റ് സൈഡിലായി നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ കിച്ചൺ നൽകിയിരിക്കുന്നു. അത്യാവശ്യം വലുപ്പമുള്ള കിച്ചൺ സ്പേസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ സ്പേസും അതുപോലെ തന്നെ സ്റ്റോർ സ്പേസും നൽകിയിരിക്കുന്നു. ക്ലോസ്ഡ് കിച്ചണായിട്ടാണ് ഈ ഒരു വീടിൻ്റെ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 9 സീറ്ററോട് കൂടിയ ഡൈനിങ് സ്പേസ് നൽകാവുന്ന തരത്തിൽ 12x12 ഫീറ്റിൻ്റെ അത്യാവശ്യം വലുപ്പമുള്ളൊരു ഡൈനിങ് സ്പേസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഡൈനിങ്ങിൽ നിന്നും ഒരു കോമൺ ടോയ്ലറ്റ് സ്പേസും നൽകിയിരിക്കുന്നു. ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് 3 ബെഡ്റൂമാണ്. 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകാവുന്ന തരത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂം നോർമൽ ബെഡ്റൂം, ഒരു ഗസ്റ്റ് റൂമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2 ബെഡ്റൂം 12x12 ഫീറ്റിൻ്റെ അത്യാവശ്യം വലുപ്പമുള്ള 2 ബെഡ്റൂം സ്പേസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ എലിവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളി കേരള സ്റ്റൈലിൽ, കേരള ട്രഡീഷണൽ സ്റ്റൈലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ സ്ട്രക്ചറൽ വർക്ക് ഫിനിഷ് ചെയ്ത ഫോട്ടോ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കണ്ടംപററി ടച്ചിലോട്ടാണ് ആദ്യം കൊടുന്നത്. ഈ ഒരു റൂഫെല്ലാം കാണുന്നത് ട്രസ് വർക്കിൽ ചെയ്തെടുത്തതാണ്. ഇതുപോലത്തെ പ്ലാനോ 3Dയോ ഇൻറ്റീരിയറോ ലഭിക്കണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ 1300 സ്ക്വയർ ഫീറ്റിൽ 25 ലക്ഷം രൂപയ്ക്ക് ഫുള്ളി ട്രഡീഷണൽ വിത്ത് സ്ലോ പ്രൂഫ് സ്റ്റൈലിൽ നടുമുറ്റത്തോടു കൂടിയ ഈ ഒരു വീടിൻ്റെ പ്ലാനും 3D എലിവേഷനും ഇൻറ്റീരിയർ ഡിസൈനുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഫുള്ളി ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലത്തെ പ്ലാനും 3D എലിവേഷനും ഇൻറ്റീരിയർ ഡിസൈനും എല്ലാം ദിവസേന നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെയും പ്ലാനോ 3D എലിവേഷനോ ഇൻറ്റീരിയർ ഡിസൈനോ ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോൺ നമ്പർ നൽകിയിരിക്കുന്നു. ഏറ്റവും മിതമായ നിരക്കിൽ തന്നെ ചെയ്തു തരുന്നതാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ. ഗ്രൗണ്ട് ഫ്ലോറിൽ 3 ബെഡ്റൂമാണ് വരുന്നത്. 2 ബെഡ്റൂം ക്യൂൻ സൈസ് ബെഡ് ഇടാവുന്ന തരത്തിലും അതുപോലെ തന്നെ ഒരു ബെഡ്റൂം കിങ് സൈസ് ബെഡ് ഇടാവുന്ന തരത്തിലുമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നീളം കൂടി വീതി കുറഞ്ഞ ഒരു ട്രഡീഷണൽ സ്റ്റൈലുള്ള സിറ്റ് ഔട്ടിൽ നിന്നും ഡയറക്റ്റ് എൻട്രി വരുന്നത് ലിവിങ് ഡൈനിങ് വിത്ത് നടുമുറ്റത്തോടു കൂടിയ സ്പേസിലേക്കാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഈ വീടിൻ്റെ ലിവിങ് റൂമിൻ്റെ എൻഡിലായി ഒരു അയണിങ് സ്പേസും നൽകിയിരിക്കുന്നു. എൽ ഷേപ്പിലുള്ള സോഫ അറേഞ്ച്മെൻറ്റും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വാളിലായി നമുക്കൊരു TV യൂണിറ്റും അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ഇൻറ്റീരിയർ ഡിസൈനിൽ പെയിൻറ്റിങ് മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ലിവിങ് റൂമിൻ്റെ സീലിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്പോട്ട് ലൈറ്റ് മെയിൻ സ്ലാബിൽ നൽകി പ്രൊഫൈൽ ലൈറ്റ് ജിപ്സം സീലിംഗ് ഒഴിവാക്കുന്ന തരത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഈ ഒരു വീടിൻ്റെ നടുമുറ്റം സ്റ്റൈല്. 4 പില്ലർ നൽകി റെയിനിങ് സീസണിൽ മേലെ നിന്നും വീഴാവുന്ന തരത്തിലാണ് ഓപ്പൺ ചെയ്താണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ മെയിൻ സ്ലാബിൽ വുഡൻ കളറിൽ കാണുന്നത് മാത്രമാണ് ജിപ്സം സീലിംഗ്. ബാക്കിയെല്ലാം മെയിൻ സ്ലാബിൽ തന്നെ സ്പോട്ട് ലൈറ്റ് നൽകി പ്രൊഫൈൽ ലൈറ്റോട് കൂടിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കോസ്റ്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ മെയിൻ്റനൻസ് കുറവുമാണ്. ഈ ഒരു വീടിൻ്റെ ഡൈനിങ് ടേബിൾ 6 സീറ്ററോട് കൂടിയ ഡൈനിങ് ടേബിളും അതുപോലെ തന്നെ കോർണറിലായി ഒരു വാഷ് ബേസിനും
വാഷ് ബേസിൻ്റെ റൈറ്റ് സൈഡിലായി ഒരു ഷോ വാളും നൽകിയിരിക്കുന്നു. ഈ ഒരു വുഡൻ കളറിൽ കാണുന്നത് മാത്രമാണ് ജിപ്സം സീലിംഗ് നൽകിയിരിക്കുന്നത്. മറ്റതെല്ലാം മെയിൻ സ്ലാബിൽ തന്നെ സ്പോട്ട് ലൈറ്റ് നൽകിയിരിക്കുന്നതാണ്. ഈ ഒരു വീടിൻ്റെ കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ മോഡേൺ ടൈപ്പിലുള്ള കിച്ചൺ സെറ്റും അതുപോലെ തന്നെ സ്റ്റീൽ ഫാബ്രിക്കേഷൻ വിത്ത് PVC യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കിച്ചൺ മൊത്തത്തിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു 40,000 രൂപയാണ് എസ്റ്റിമേറ്റഡ് കോസ്റ്റായി ഉദ്ദേശിക്കുന്നത്.